സൂറത്തുൽ ലുഖ്മാൻ എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ടല്ലോ. ലുഖ്മാൻ ഹക്കീം തങ്ങളുടെ മുന്നിലേക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നുബുവത്ത് വെച്ചു കൊടുത്തു, പ്രവാചകത്വം വെച്ചു കൊടുത്തു, പ്രവാചകത്വം വെച്ചു കൊടുത്തു, ഹിക്മത്ത് വെച്ചു കൊടുത്തു. പ്രിയമുള്ളവരെ, മഹാനവറുകളെ തെരഞ്ഞെടുത്ത് ഹിക്മത്താൻ, തെരഞ്ഞെടുത്ത് ഹിക്മത്താൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു ദിവസം ലുഖ്മാൻ ഹക്കീം തങ്ങള് അദ്ദേഹത്തിന്റെ ഭാര്യയോട് പറയുകയാണ്, മോളെ കുറച്ച് ഭക്ഷണം ഉണ്ടാക്കണം. ഭാര്യ എന്ത് ചെയ്തു? നമ്മൾ വിരുന്നിനൊക്കെ വരുമ്പോ ഭക്ഷണം ഉണ്ടാക്കുന്നത് പോലെ നല്ല ഭക്ഷണം ഉണ്ടാക്കി. ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞ് അതൊരു പാത്രത്തിലാക്കിയിട്ട് മഹാനവറുകൾ പറയുകയാണ്, മോളെ ഇത് പുഴയ്ക്കക്കരയുള്ള ഒരു മനുഷ്യന് കൊണ്ടു കൊടുക്കണം ഈ ഭക്ഷണം. ഈ പുഴയ്ക്കിക്കര നിന്നിട്ട് നീ വിളിച്ചു പറയണം, ദുനിയാവിൽ ഒരുപാട് വട്ടം ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഒരിക്കൽ പോലും അതിന്റെ ടേസ്റ്റ് അറിഞ്ഞിട്ടില്ല. മഹാനവറുകൾ പറയുകയാണ്, പുഴയ്ക്കിക്കര നിന്നിട്ട് നീ വിളിച്ചു പറയണം മോളെ. എന്താ വിളിച്ചു പറയേണ്ടത്? മഹാനവറുകളെ പറയുകയാണ്, സ്വന്തം ഭാര്യയുമായിട്ട് മണിയറ സല്ലപിച്ചിട്ടുണ്ട്, പക്ഷേ ഒരിക്കൽ പോലും അതിന്റെ രസമറിഞ്ഞിട്ടില്ല. ഭാര്യയുമായി കുടുംബജീവിതം നയിക്കുന്നവരാണ്. സ്വന്തം ഭാര്യയുമായി മണിയറ സല്ലപിച്ചിട്ട് ഒരിക്കൽ പോലും അതിന്റെ രുചിയറിയാത്തവർ ഈ ദുനിയാവിൽ കഴിഞ്ഞുപോയിട്ടുണ്ട്. മഹാനവറുകൾ പറഞ്ഞു, തന്റെ ഭാര്യയോട് പറഞ്ഞു, ഈ ഭക്ഷണം കൊണ്ടുപോയിട്ട് പുഴയ്ക്കിക്കര നിന്നിട്ട് നീ വിളിച്ചു പറയണം, ദുനിയാവിൽ ഒരുപാട് വട്ടം ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, ദുനിയാവിൽ ഒരുപാട് വട്ടം ഭക്ഷണം കഴിച്ചിട്ട് അതിന്റെ ടേസ്റ്റ് അറിയാത്തവർ ഈ ദുനിയാവിൽ ജീവിച്ചു പോയിട്ടുണ്ട്, അവരെ കുറിച്ച് നാം പഠിക്കണം. പ്രിയമുള്ളവരെ, ലുഖ്മാൻ ഹക്കീം ഞങ്ങൾ എന്ത് ചെയ്തു? ഈ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് പുഴയ്ക്കിക്കര നിന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, നീ വിളിച്ചു പറയണം. ഭാര്യയുമായിട്ട് ഒരുപാട് വട്ടം സല്ലപിച്ചിട്ടുണ്ട്, ദാമ്പത്തികമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, പക്ഷേ ഒരിക്കൽ പോലും അതിന്റെ രസമറിഞ്ഞിട്ടില്ല. സഹോദരിമാരെ ശ്രദ്ധിക്കണം. മഹദിയവറുകള് പുഴയ്ക്കിക്കര നിന്നിട്ട് വിളിച്ചു പറയുന്ന സമയത്ത്, പ്രിയമുള്ള സഹോദരങ്ങളെ, മഹദിയവറുകൾക്ക് യാത്ര ചെയ്യാനുള്ള ബോട്ട് അങ്ങോട്ട് വന്നു, വഞ്ചി വന്നു. ഇതിൽ യാത്ര ചെയ്ത് തിരിച്ചക്കരയെത്തി. വനത്തിന്റെ അകത്തുള്ള മനുഷ്യനാണ് ഭക്ഷണം കൊണ്ടു കൊടുക്കാൻ പറഞ്ഞത്. അവിടെ കൊണ്ടുപോയി ഭക്ഷണം കൊണ്ടു കൊടുത്തു. ഭക്ഷണം വാങ്ങിക്കഴിഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, ഒരുപാട് വട്ടം ദുനിയാവിൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഒരിക്കൽ പോലും അതിന്റെ ടേസ്റ്റ് അറിഞ്ഞിട്ടില്ല. മഹാനവറുകൾ പറഞ്ഞു, ഭക്ഷണം വാങ്ങിക്കഴിഞ്ഞിട്ട് പറഞ്ഞു, മോളെ ദുനിയാവിൽ ഒരുപാട് വട്ടം ഭക്ഷണം കഴിച്ച, പക്ഷെ അതിന്റെ രുചി അറിഞ്ഞിട്ടില്ലാത്ത മനുഷ്യൻ പറയുന്നു, അതുകൊണ്ട് ഇങ്ങോട്ട് യാത്ര ചെയ്യാനുള്ള ബോട്ട് ഇങ്ങോട്ട് വരണമെന്ന് നീ ഇവിടെ നിന്ന് വിളിച്ചു പറയുക. മഹദിയവറുകൾ ചെന്നു, പുഴയ്ക്ക് ഇക്കര നിന്നിട്ട് വിളിച്ചു പറഞ്ഞു. ആ വന്ന വാഹനം തന്നെ തിരിച്ചു വന്നു, അതിൽ യാത്ര ചെയ്ത് തിരിച്ചെത്തി. വീണ്ടും ലുഖ്മാൻ ഹക്കീം തങ്ങളോട് മഹദിയവറുകൾ ചോദിച്ചു, തങ്ങളെ ഇതിന്റെ രഹസ്യം എന്താണ്, എനിക്കൊന്ന് പറഞ്ഞു തരുമോ? ലുഖ്മാൻ ഹക്കീം തങ്ങൾ പറഞ്ഞു, മോളെ നിനക്ക് ഇതിനെ കുറിച്ച് വൈകിയെ തിരിച്ചറിയാം. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ലുഖ്മാൻ ഹക്കീം നിങ്ങളുടെ ഭാര്യ ഒരു കല്യാണത്തിന് പോകണമെന്ന് പറഞ്ഞു. കല്യാണത്തിന് പോകാൻ താല്പര്യപ്പെട്ടു കഴിഞ്ഞപ്പോ ലുഖ്മാൻ ഹക്കീം തങ്ങൾ പറഞ്ഞു, മോളെ നീ കല്യാണത്തിന് പോയിക്കോ, കുഴപ്പമൊന്നുമില്ല, പക്ഷെ നിന്റെ കയ്യിൽ ഞാൻ ഒരു വിളക്ക് കത്തിച്ചു തരും. ഈ വിളക്ക് കത്തിച്ചു തന്നിട്ട് ഈ വിളക്ക് നീ കെടാതെ കല്യാണത്തിന് പോയിട്ട് തിരിച്ചു വരണം. വിളക്കെങ്ങാനും കെട്ടുപോയാൽ ത്വലാഖ് സംഭവിക്കുമേ. വിളക്കെങ്ങാനും കെട്ടുപോയാൽ ത്വലാഖ് സംഭവിച്ചു പോകും. മഹദിയവറുകൾ കല്യാണത്തിന് പോയി. പ്രിയമുള്ളവർ ശ്രദ്ധിക്കണം, കല്യാണം കഴിഞ്ഞ് തിരിച്ചെത്തി ഈ വിളക്കുമായി കത്തിച്ചു കൊടുത്ത ഈ പ്രകാശവുമായി തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞപ്പോ ലുഖ്മാൻ ഹക്കീം തങ്ങൾ പ്രിയപ്പെട്ട ഭാര്യയോട് ചോദിച്ചു, മോളെ നീ കല്യാണത്തിന് പോയിട്ട് എന്ത് ഭക്ഷണങ്ങളാ കഴിച്ചത്? നീ ആരെയൊക്കെയാ കണ്ടത്? എന്തൊക്കെ സൗകര്യങ്ങളാ അവിടെ ഉണ്ടായത്? ഈ സമയത്ത് ലുഖ്മാൻ ഹക്കീം തങ്ങളെ പറയുകയാണ്, ലുഖ്മാൻ ഹക്കീം തങ്ങളെ ചോദിക്കുകയാണ്. ഈ ചോദിക്കുന്ന സമയത്ത് ലുഖ്മാൻ ഹക്കീം തങ്ങളുടെ പ്രിയപ്പെട്ട സഹധർമ്മിണി പറയുകയാണ്, തങ്ങളെ
എനിക്ക് നിങ്ങൾ കത്തിച്ചു തന്ന ഈ വിളക്കുണ്ടല്ലോ, ഈ പ്രകാശമുണ്ടല്ലോ, ഈ വിളക്കെങ്ങാനും കെട്ടുപോകുമോ എന്നുള്ള ഭയമായിരുന്നു എന്നെ അലട്ടിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അവിടെ ഒരുപാട് കൂട്ടുകുടുംബങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ഇതിനെക്കുറിച്ചൊന്നും എനിക്ക് വ്യക്തമായി ഓർമ്മയില്ല. ഇതിനെക്കുറിച്ചൊന്നും എന്റെ ഓർമ്മയിൽ നിൽക്കുന്നില്ല. എന്റെ ഫുൾ ടൈമും ഞാൻ ചിന്തിച്ചിരുന്നത് എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് എനിക്ക് കത്തിച്ചെന്ന വിളക്കുണ്ടല്ലോ, ഇതിന്റെ പ്രകാശം അണഞ്ഞു പോയാൽ, ഇതിന്റെ പ്രകാശം കെട്ടുപോയാൽ എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനിൽ നിന്ന് വിട്ടുപോകുമല്ലോ. ഈ ചിന്ത എന്റെ മനസ്സിൽ അലട്ടിയപ്പോ എനിക്ക് മറ്റുള്ളതിനെ കുറിച്ചൊന്നും ചിന്തയില്ല. ഈ സമയത്താണ് ലുഖ്മാൻ ഹക്കീം നിങ്ങൾ ലോകത്തെ പഠിപ്പിക്കുകയാണ്, എന്റെ ഈമാനുള്ള സത്യവിശ്വാസികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉണ്ടല്ലോ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മുസ്ലിമായി ജനിക്കാൻ സൗഭാഗ്യം കിട്ടിയ സത്യവിശ്വാസികളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹബിഹി വസല്ലമ തങ്ങൾ വിശുദ്ധമായ ദീനുൽ ഇസ്ലാം പുൽകാൻ ഭാഗ്യം കിട്ടിയ സത്യവിശ്വാസികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഈ ഭൂമി ലോകത്തേക്ക് വന്നില്ലേ, വലദത്തു ഉമ്മുക ഇബ്ന ആദമ ബഖിയാ والناس حولك يلحقون سرورا فاجهد لنفسك أن تكون إذا بقوا في حال موتك لاحقا مسرورا. മഹത്തുക്കൾ പഠിപ്പിക്കുകയാണ്, നിന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഈ ഭൂമി ലോകത്തേക്ക് വന്നില്ലേ, വരുന്ന സമയത്ത് നിന്റെ ഉമ്മ നിന്നെ പ്രസവിക്കുന്ന സമയത്ത് നിന്റെ കൂട്ടുകുടുംബങ്ങളും നിന്റെ മാതാപിതാക്കളും സന്തോഷിച്ചില്ലേ, അവര് ചിരിച്ചില്ലേ, അവര് അപ്രിയമുള്ളവരെ, ഈ സമയത്ത് കുട്ടിയാകുന്ന നീ ഭൂമി ലോകത്തേക്ക് വന്നപ്പോ കരഞ്ഞുകൊണ്ടല്ലേ വന്നത്. എന്നാൽ വജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബഖൂ ഫി ഹാലി മൗതിക ലാഹികം മസ്റൂറാ. ഒരു വേള നീ മരിക്കാൻ വേണ്ടി കിടക്കുന്ന സമയമുണ്ടല്ലോ, സക്കറാത്തിന്റെ ഹാലുണ്ടല്ലോ, എല്ലാവരും ചുറ്റും നിൽക്കുകയാണ്. വാപ്പ മരിക്കാൻ പോകുകയാണ്, മകൻ മരിക്കാൻ പോകുകയാണ്, കുടുംബത്തിലുള്ള ഉമ്മ മരിക്കാൻ പോകുകയാണ്, വേണ്ടപ്പെട്ടവരുടെ മരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സന്ദർഭമുണ്ടല്ലോ, ഞാനും നിങ്ങളും കിടക്കുമല്ലോ. ആ സമയത്ത് പ്രിയമുള്ള സത്യവിശ്വാസികളെ, നമ്മുടെ ചുറ്റും കൂടി നിൽക്കുന്നവരൊക്കെ വേണ്ടപ്പെട്ടവര് വിട പറയുന്നതിന്റെ പേരിൽ കരയുകയാണ്. ആ സമയത്ത് പ്രിയമുള്ള ഈമാനുള്ള സത്യവിശ്വാസികളെ, നിനക്ക് ചിരിക്കാൻ കഴിയണം സത്യവിശ്വാസികളെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇവിടെയാണ് ലുഖ്മാൻ ഹക്കീം തങ്ങൾ പറയുകയാണ്, ദുനിയാവിലെ ഒരു വിളക്കുണ്ടല്ലോ, ഒരു വിളക്കിന്റെ പ്രകാശം നിനക്ക് ഞാനൊന്ന് കത്തിച്ചു തന്നപ്പോ ആ വിളക്കിന്റെ പ്രകാശം കൊണ്ട് ഈ വിളക്ക് നീ കെട്ടുപോകുമോ എന്ന് ചിന്തിച്ചുകൊണ്ട്, പ്രിയമുള്ള സഹോദരി, ദുനിയാവിലെ കാര്യങ്ങൾ നീ മറന്നുപോയെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉണ്ടല്ലോ, ഈ ലോകത്തുള്ള സകലമാന വസ്തുക്കളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന തമ്പുരാനുണ്ടല്ലോ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് 3 നേരവും 4 നേരവും ഭക്ഷണവും അതേപോലെ സൗഭാഗ്യങ്ങളും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തന്നില്ലേ. അല്ലാഹു എത്ര വലിയ നിഅമത്തുകൾ തന്നവരാ. ഇത്രയും കാലത്തിന്റെ ഇടവേള ഒരു സമയത്ത് പോലും അല്ലാഹു നമ്മളെ പട്ടിണിക്കിട്ടില്ലല്ലോ. എന്നാൽ എന്റെ ഈമാനുള്ള സത്യവിശ്വാസികളെ, ലുഖ്മാനുൽ ഹക്കീം തങ്ങളെ പറയുകയാണ്, മോളെ, ഈ ദുനിയാവിലെ ഒരു പ്രകാശം നിനക്ക് കത്തിച്ചു തന്നപ്പോ നീ എല്ലാത്തിനെ കുറിച്ച് നീ മറന്നുപോയെങ്കില്, നിന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് വരുന്നതിന് മുമ്പ് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ കൽബിലേക്ക് ഇട്ടു തന്ന നൂറുണ്ടല്ലോ, ഈമാനാകുന്ന നൂറുണ്ടല്ലോ, ഈമാനാകുന്ന ഹഖീഖത്തുണ്ടല്ലോ, ആ ഹഖീഖത്തിന് വല്ല കോട്ടവും വന്നുപോയോ,
നിന്റെ ഈമാനിന് വല്ല പോറലും സംഭവിച്ചോ? നിന്റെ ഈമാനിന് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എനിക്കും നിങ്ങൾക്കും എന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് വന്ന ഈ കാലയളവ് വരെ സമയത്തില് എന്റെ ഈമാനിനി സംസാരിക്കുന്ന ഷഹീർ തങ്ങളുടെ ഈമാനിന് വല്ല കോട്ടവും സംഭവിച്ചു പോയോ? എന്റെ ഈമാനിന് വല്ല പോരായ്മയും സംഭവിച്ചു പോയോ? എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ കാലയളവ് നമ്മുടെ ഈമാൻ കെട്ടുപോയോ? ഈമാനിന് വല്ല പോറലും സംഭവിച്ചു പോയോ എന്ന് ചിന്തിച്ചിട്ടുണ്ട്? ലുക്മാൻ ഹക്കീം തങ്ങൾ ഭാര്യയോട് പറയുകയാണ്, ഇതിലും വലിയ പ്രകാശമാണ് നിന്റെ ഖൽബിൽ അല്ലാഹു കത്തിച്ചു തന്നിരിക്കുന്നത്. നൂറാകുന്ന ഹഖീഖത്ത് അല്ലാഹു കത്തിച്ചു തന്നില്ലേ? ആ പ്രകാശം കെട്ടുപോയോ എന്നോർത്തുകൊണ്ട് നീ കരഞ്ഞിട്ടുണ്ടോ? നീ വ്യസനിച്ചിട്ടുണ്ടോ? എന്റെ ഈമാനുള്ള സത്യവിശ്വാസികളെ, അങ്ങനെയുള്ള മഹാന്മാരിവിടെ കഴിഞ്ഞുപോയിട്ടുണ്ട്, മഹത്തുക്കളിവിടെ കഴിഞ്ഞുപോയിട്ടുണ്ട്, സാദാത്തുക്കളിവിടെ കഴിഞ്ഞുപോയിട്ടുണ്ട്, ഔലിയാക്കളിവിടെ കഴിഞ്ഞുപോയിട്ടുണ്ട്, സജ്ജനങ്ങൾ ഇവിടെ കഴിഞ്ഞുപോയിട്ടുണ്ട്. അവരുടെ പാതയിലേക്കാണ് ഞാനും നിങ്ങളും ജീവിക്കേണ്ടത്. എന്നാൽ പ്രിയമുള്ള സഹോദരങ്ങളെ, നൂറുൻ അലാ നൂർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വസല്ലമ തങ്ങൾ ആരാണ്? അത് വേറൊരു നൂറാണ്. ആ നൂറിനെ കുറിച്ച് പറഞ്ഞാൽ തീരില്ലല്ലോ, ആ നൂറിനെ കുറിച്ച് വർണ്ണിച്ചാൽ തീരില്ലല്ലോ. എന്ത് രസമാണ് ആ നൂറ് കാണാൻ. എന്റെ പ്രിയമുള്ള സത്യവിശ്വാസികളെ, കേരളക്കരയിലെ ഒരു എഴുത്തുകാരൻ നൂറുൻ അലാ നൂർ, പ്രകാശത്തിന്റെ മേൽ പ്രകാശമെന്ന് വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയപ്പോ കേരളത്തിലുള്ള ചില എഴുത്തുകാര് ചോദിച്ചു, പ്രകാശത്തിന്റെ മേൽ പ്രകാശമെന്ന് എന്തൊരു വിഡ്ഢിത്തമാണത്? ആ സമയത്ത് വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞില്ലേ, അത് അല്ലാഹുവിന്റെ കലാമിൽ നിന്നുള്ളതാണ്, വിശുദ്ധമായ ഖുർആനിൽ നിന്നുള്ളതാണ്. നൂറുൻ അലാ നൂർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വസല്ലമ തങ്ങള്. ആ ഹബീബിനോടുള്ള ഹുബ്ബ് പരിപൂർണമാകാതെ ഒരു മനുഷ്യന്റെ ഈമാനും പൂർണ്ണമാകില്ലല്ലോ. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നതിന് 700 വർഷങ്ങൾക്ക് മുമ്പ്, പ്രിയമുള്ള ഈമാനുള്ള സത്യവിശ്വാസികളെ, തുബ്ബ രാജാവ് എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവ് അയൽപക്കത്തുള്ള രാജ്യങ്ങളെയൊക്കെ പിടിച്ചടക്കിയിട്ട് അദ്ദേഹം രാജ്യം ഭരിക്കുന്ന ഒരു ഭരണാധിപനായിരുന്നു. അങ്ങനെ ഒരു ദിവസം മദീന പിടിച്ചടക്കാൻ വേണ്ടി വരികയാണ്. മദീന പിടിച്ചടക്കാൻ വേണ്ടി എല്ലാ തയ്യാറെടുപ്പും നടത്തിക്കൊണ്ട് വരികയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അങ്ങനെ വരുന്ന സമയത്ത് ഈ തുബ്ബ രാജാവിന് ഒരു രോഗം പിടിപെടുകയാണ്. രോഗം പിടിപെട്ടു, വളരെ പ്രയാസത്തിലായി. തന്റെ കൂടെയുള്ളവരാരും കൂടെയില്ല, തോഴിമാരൊന്നും ആരും കൂടെയില്ല. അദ്ദേഹത്തിനൊരു മൂക്കിനൊരു രോഗം പിടിപെട്ടുപോയി. വളരെ സ്മെല്ലടിച്ചിട്ട് അടുത്ത് ആർക്കും നിൽക്കാൻ കഴിയുന്നില്ല. വളരെ പ്രയാസപ്പെട്ടു പോയി. ഈ സമയത്ത് പ്രിയമുള്ള സഹോദരങ്ങളെ, ആ കാലത്ത് ജ്യോത്സ്യന്മാരെ കൊണ്ട് ഇങ്ങനെ നോക്കിക്കും. ജ്യോത്സ്യന്മാരും കൊണ്ട് നോക്കി, ജ്യോത്സ്യന്മാര് നോക്കിയിട്ട് ഇങ്ങനെ പറയും, കണക്ക് നോക്കിയിട്ട് പറയും, നിങ്ങൾക്ക് വലിയൊരു അബദ്ധം വന്നു പോയിട്ടുണ്ട്. നിങ്ങൾ മദീന എന്ന് പറയുന്ന ഒരു മണ്ണ്, ആ മണ്ണ് നിങ്ങൾ പിടിച്ചടക്കേണ്ട മണ്ണല്ല. അത് ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ വരേണ്ട നാടാണ്. ആ മദീന ഒരിക്കൽ നിങ്ങൾ പിടിച്ചടക്കരുത്. ആ മദീന നിങ്ങൾ പിടിച്ചടക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടും, നിങ്ങൾ നശിച്ചു പോകും. ഈ ജ്യോത്സ്യം പറഞ്ഞു. ജ്യോത്സ്യം പറഞ്ഞപ്പോ തുബ്ബ രാജാവ് എന്ത് ചെയ്തു? തുബ്ബ രാജാവ് തീരുമാനിച്ചു, ആ വരുന്ന അള്ളാഹുവിന്റെ ഹബീബ് വരുന്നതിന് 700 വർഷങ്ങൾക്ക് മുമ്പ് മുത്തു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി ഒരു ഭവനം പണിതു. റസൂലുള്ളാഹി വരുന്നതിന് 700 വർഷങ്ങൾക്ക് മുമ്പ് ഹബീബായ തങ്ങൾക്ക് വേണ്ടി ഒരു ഭവനം പണിത് തീർത്തു. എന്നിട്ടത് സ്വഹാബത്ത് കൈമാറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്തുകയാണ്. അങ്ങനെ പ്രിയമുള്ള സഹോദരൻ, തുബ്ബ രാജാവ് പണിത ഈ ഭവനം സ്വഹാബത്ത് കൈമാറി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരുമ്പോ അവിടുത്തെ സ്വഹാബത്ത് പറയുകയാണ്, നബിയേ, എന്റെ വീട്ടിലേക്ക് വരുമോ നബിയേ, എന്റെ വീട്ടിലൊന്ന് താമസിക്കുമോ നബിയേ?
എന്റെ ഹബീബ് പറഞ്ഞു, ഈ ഒട്ടകം എവിടെ മുട്ടുകുത്തുന്നുവോ അവിടെ ഞാൻ താമസിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹബി വസല്ലമ തങ്ങൾ പറയുകയാണ്. അബുൽ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് വന്നുകൊണ്ട് ഒട്ടകം മുട്ടുകുത്തി. അതാരുടെ വീടാണ്? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ജാഹ മുഹമ്മദ്, അല്ലാഹു അക്ബർ, ജാഹ മുഹമ്മദ്, ജാഹ റസൂലുള്ളാഹ്. എന്റെ ഈമാനുള്ള സത്യവിശ്വാസികളെ, ഈ ലോകത്ത് ഒരുപാട് തമ്പുരാക്കന്മാരിവിടെ കഴിഞ്ഞു പോയിട്ടില്ലേ? ഒരുപാട് രാഷ്ട്രീയ പ്രമാണിമാരിവിടെ കഴിഞ്ഞു പോയിട്ടില്ലേ? ഏത് നേതാവിനായി 700 വർഷം മുമ്പ് ഇവിടെ ഭവനം പണിതത്? അത് നമ്മുടെ ചങ്കിലെ ചോരയായ ജീവന്റെ തുടിപ്പായ പുന്നാര ഉപ്പാപ്പ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസല്ലമ തങ്ങൾക്കല്ലേ എന്റെ ഈമാനുള്ള സത്യവിശ്വാസികളെ, ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകള് ഈ നാട്ടിലെ ഹബീബായ തങ്ങളോട് ഹുബ്ബ് വർദ്ധിക്കാൻ, മുത്ത് ഹബീബിന്റെ മേൽ സ്വലാത്ത് അധികരിപ്പിക്കാൻ വേണ്ടി ഈ സുന്ദരമായ തുർത്തല്ലൂർ സ്വലാത്ത് മജ്ലിസ് ഒരുക്കിയില്ലേ? ഇത് ആരുടെ മജ്ലിസാ? ഇത് സയ്യിദന്മാരുടെ ഉപ്പാപ്പയായ ലോകത്തിന്റെ നേതാവായ അസ്റഫുൽ ഹൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മജ്ലിസല്ലേ ഈമാനുള്ള സത്യവിശ്വാസികളെ. നമുക്കെത്ര കേട്ടാലും ഹബീബിനോട് ഹുബ്ബ് വർദ്ധിക്കുന്നുണ്ട്, ഹബീബിനോട് സ്നേഹം വർദ്ധിക്കുന്നുണ്ട്. എന്നാൽ പ്രിയമുള്ള സഹോദരങ്ങളെ, മദീന പള്ളിയിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുത്ബ ഓതുകയാണ്. ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്തുണ്ടല്ലോ ഒരു പിഞ്ചു പൈതല് പൊട്ടി കരയുന്നത് പോലെ, നമ്മുടെ 2 വയസ്സുള്ള മക്കളെ തേങ്ങി തേങ്ങി കരയുന്നത് പോലെ ഒരു കരച്ചില് കേൾക്കാം. സഹാബത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. ആരാണ് ഇവിടെ കരയുന്നത്? ഏത് പൈതലാണ് പള്ളിയിൽ കരയുന്നത്? നോക്കുമ്പോ ആരാണെന്നറിയുമോ? ഹബീബായ തങ്ങൾ കുറെ കാലങ്ങളോളം മദീന പള്ളിയിൽ ഖുത്ബ ഓതിക്കൊണ്ടിരുന്ന ഈത്തപ്പന മട്ടലുണ്ടല്ലോ, ഈത്തപ്പന മരത്തിന്റെ ഒരു പലക കഷ്ണം കിടന്ന് തേങ്ങി തേങ്ങി കരയുകയാണ്. എന്റെ ഹബീബനിൽ നിന്ന് വിട്ടുപോയല്ലോ. റസൂലുള്ളാഹിന്റെ വേർപാടിൽ വ്യസനിക്കുകയാണ്. ഹബീബായ തങ്ങൾ പോയിട്ട് ആ ഈത്തപ്പന മട്ടിൽ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഹബീബായ തങ്ങൾ സമാധാനിപ്പിച്ചില്ലേ? എന്ത് സ്നേഹമാണ് ഹബീബിനോട്! ഹബീബായ തങ്ങളോട് കല്ലുകൾക്ക് എന്ത് സ്നേഹമാണ്! നബി തങ്ങളോട് സലാം പറഞ്ഞില്ലേ? പ്രിയമുള്ള സഹോദരങ്ങളെ, വൃക്ഷങ്ങൾ റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് വന്നില്ലേ? മാൻപേടകൾ ഹബീബായ തങ്ങളുടെ മുന്നിൽ വന്ന് സലാം പറഞ്ഞില്ലേ? എത്ര കേട്ടിട്ടും നമുക്ക് മഹബ്ബത്ത് വരുന്നില്ല. ഒരു ദിവസം റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് മഹാന്മാരായ സ്വഹാബിവര്യന്മാരിയ്ക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇരിക്കുന്ന സദസ്സിൽ വെച്ച് ഹബീബായ തങ്ങൾ പറയുകയാണ്, യമൻ രാജ്യത്ത് അറവർ ഗോത്രത്തിലെ ആട്ടിൻപറ്റങ്ങളുടെ രോമത്തിന്റെ കണക്കനുസരിച്ച് മനുഷ്യരെ സ്വർഗത്തിൽ നിന്ന് നരകത്തിലേക്ക് മോചിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിവുകൊടുത്ത ഒരു മഹാനുണ്ടെന്ന് സഹാബത്ത് ആരാണെന്നറിയാൻ ആഗ്രഹപ്പെട്ടു. റസൂലുള്ള പറഞ്ഞു, അത് യമനിന്റെ പ്രദേശത്താണ്. സഹാബത്ത് ഇറങ്ങി പുറപ്പെട്ടു. റസൂലുള്ള പറഞ്ഞത് വെച്ച് അന്വേഷിച്ചു ചെന്നു. അദ്ദേഹത്തിന്റെ പേര് ഉവൈസ് എന്നാണ്. അന്വേഷിച്ചു ചോദിച്ചു, ഉവൈസിന്റെ വീട് ഏതാണ്? ആ സമയത്ത് നാട്ടിലുള്ള പ്രമാണിമാർ, ആ നാട്ടിലുള്ള സമ്പന്നന്മാര് പറയുകയാണ്, അതേപോലെ പ്രിയമുള്ള ടൗണുകളിൽ കിടക്കുന്ന വേസ്റ്റ് ഭക്ഷണം, ഫ്രൂട്ട്സുകളുടെയും തണ്ണിമത്തന്റെ പോലത്തെ തൊണ്ടുകൾ എടുത്തിട്ട് അത് കഴുകി വൃത്തിയാക്കിയിട്ട് അതിൽ നിന്ന് ചെത്തിയിട്ട് നല്ല ഭാഗം മാത്രം കഴിക്കുന്ന ആ ഉവൈസിന്റെ വീടാണ്. തങ്ങളെടുത്തെത്തി. ഉവൈസ് തങ്ങളോട് ചോദിച്ചു, ഉവൈസേ, റസൂലുള്ള പറഞ്ഞല്ലോ, ആട്ടിൻപറ്റങ്ങളുടെ രോമത്തിന്റെ കണക്കനുസരിച്ച് മനുഷ്യരെ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് അല്ലാഹു കഴിവ് തന്നല്ലോ. നിങ്ങൾ ചെയ്ത അമലേതാണ്. ആ സമയത്ത് ഉവൈസ് തങ്ങൾ പറയുകയാണ്, സഹാബാ, ഉഹുദിന്റെ രണാങ്കളത്തിൽ മുത്ത് ഹബീബായ തങ്ങളുടെ പല്ല് നഷ്ടപ്പെട്ടില്ല സഹാബാ. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന്നത്തെ ദിവസം ഞങ്ങൾ ഉറങ്ങിയില്ല, അന്നത്തെ ദിവസം ഞങ്ങൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല.
സമയത്ത് വൈസ് തങ്ങൾ പറയുകയാണ്, എന്റെ ഹബീബിന്റെ പല്ല് നഷ്ടപ്പെട്ടു എന്ന് ഞാൻ അറിഞ്ഞപ്പോ ഒരൊറ്റ കല്ലെടുത്തുകൊണ്ട് ഞാൻ എന്റെ പല്ലുകൾ അടിച്ചു പിഴുതു കളഞ്ഞു സഹാബാ. എത്ര സ്നേഹമാണ് ഹബീബിനോട്. എന്റെ ഈമാനുള്ള സത്യവിശ്വാസികളെ, മദീനയോട് നമുക്ക് സ്നേഹം വേണ്ടേ? മദീനയിൽ അണയേണ്ടേ? മദീനത്തെ മണ്ണിനെന്ത് പവിത്രതയാണ്. ദജ്ജാൽ ഇറങ്ങിയിട്ട് ഇവിടെ നാശം വിതച്ചാലും മക്കത്തും മദീനത്തും ഹറമിന്റെ പ്രദേശത്ത് അവർക്ക് നാശം വിതയ്ക്കാൻ കഴിയില്ലല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് നമ്മോട് പറഞ്ഞില്ലേ, ഒരു മനുഷ്യൻ മദീനയിൽ മരിച്ചു കഴിഞ്ഞാൽ, മദീനയിൽ വെച്ച് വ്യസനിച്ചു കഴിഞ്ഞാൽ അവനക്ക് ഞാൻ ശഫാഅത്ത് ചെയ്യുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹബിഹി വസല്ലമ തങ്ങൾ നമ്മോട് പറയുകയാണ്. എന്നാലോ ഈ ദുനിയാവിൽ നാം ഇഷ്ടപ്പെടുന്ന ബിസിനസ് പാർട്ണർമാരില്ലേ, സുഹൃത്തുക്കളില്ലേ, കൂട്ടുകാരില്ലേ, വേണ്ടപ്പെട്ടവരില്ലേ, ഇവരെല്ലാവരും മരിക്കുമല്ലോ. മരിച്ചു കഴിഞ്ഞ് നാളെ പാരത്രികമായ ലോകത്തേക്ക് വരില്ലേ? ആ വരുന്ന സമയത്ത് നമ്മെ ആരാ സഹായിക്കാനുള്ളത്? നമ്മുടെ വാപ്പയുണ്ടോ, ഉമ്മയുണ്ടോ? നമ്മുടെ വേണ്ടപ്പെട്ടവരെല്ലാം കൈയൊഴിയുന്ന ഒരു സമയം നമുക്ക് മുന്നിൽ വരാനുണ്ട്. ആ സമയത്ത് നമ്മെ കൈപിടിക്കാനുള്ള നേതാവ്, നമ്മുടെ കർണിന്റെ കാതിൽ ഈ ലോകത്തിനു വേണ്ടി രക്തം ഒലിപ്പിച്ച നേതാവ്, ഈ ലോകത്തിനു വേണ്ടി കണ്ണീരൊലിപ്പിച്ച നേതാവ്, ലോകത്തെ പ്രിയമുള്ള സഹോദരങ്ങളെ, ശത്രുക്കൾ പോലും പറഞ്ഞല്ലോ അൽ അമീനാണെന്ന്. ശത്രുക്കൾ പോലും വാഴ്ത്തി പറഞ്ഞ നേതാവ് ഹബീബുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹബിഹി വസല്ലമ തങ്ങൾ ആ ഹബീബായ തങ്ങളോടത്ര ഹുബ്ബ് വർദ്ധിക്കുന്നുവോ, ആ ഹബീബായ തങ്ങളോടത്ര മുഹബ്ബത്ത് വർദ്ധിപ്പിക്കുന്നുവോ, അതനുസരിച്ചൊരു ഞാനും അവനും ഏറ്റവും അടുത്തവരാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. എന്റെ ഈമാനുള്ള സത്യവിശ്വാസികളെ, ഈ ദുനിയാവിലുള്ള എല്ലാവരും നമുക്കുണ്ടെങ്കിൽ ഹബീബായ തങ്ങൾ പറഞ്ഞില്ല, അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70. എന്റെ ഉമ്മത്തിന്റെ കാലയളവ് 60-ന്റെയും 70-ന്റെയും കാലയളവാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞെങ്കിൽ എന്റെ ഈമാനുള്ള സത്യവിശ്വാസികളെ, ആ കാലയളവ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മരണമാകുന്ന ജീവിതത്തിലേക്ക് നാം തിരിയേണ്ടവരല്ലേ? മരിച്ചു കഴിഞ്ഞ് മനുഷ്യരെയാകുന്ന സഭയിൽ ഒരുമിച്ച് കൂടുമ്പോ എല്ലാവരും എന്റെ നഫ്സി യാ നഫ്സി എന്ന് പറഞ്ഞ് കരയുന്ന ഒരു സമയമുണ്ടല്ലോ. ആ സമയത്ത് നമ്മെ കൈപിടിക്കാനുള്ള നേതാവ് ഹബീബുൽ വറാ മുഹമ്മദ് മുസ്തഫ ശഫാഅത്തുൻ നബിയിൽ മുഖ്താർ മുഹമ്മദുർ റസൂലുള്ളാഹ്. തങ്ങളുടെ ശഫാഅത്ത് കിട്ടാൻ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഞാൻ ഒരു വഴി പറഞ്ഞു തരാം. സ്വീകരിക്കാൻ തയ്യാറാണോ? ഇൻഷാ അല്ലാഹ് പറഞ്ഞേ. ഇൻഷാ അല്ലാഹ് അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ഹബീബായ തങ്ങളെ പറയുകയാണ്, ഹബീബായ തങ്ങളെ നമ്മോട് പറയുകയാണ്, അന ഹബീബുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ ഹബീബാണ്. ആരെങ്കിലും ഹബീബിന്റെ ഹബീബാകാൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ, മുത്ത് ഹബീബായ തങ്ങളുടെ സ്നേഹിതനാകാൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ, ഹബീബായ തങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നവനാകാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നു എങ്കിൽ, എന്റെ മേലിൽ സ്വലാത്തുകൾ ചെല്ലുന്നവർ, എന്റെ മേലിൽ സ്വലാത്തുകൾ അധികരിപ്പിക്കുന്നവർ, എന്റെ മേലിൽ സ്വലാത്തുകൾ അധികരിപ്പിച്ച് മദീനയുമായി അടുക്കുന്നവർ എന്റെ ഹബീബാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഇതാണ് ഈമാനുള്ള സത്യവിശ്വാസികളെ. തൃത്തല്ലൂർ സ്വലാത്ത് മജ്ലിസ് ബഹുമാനപ്പെട്ട ആബിദീൻ തങ്ങളെ വരികൾ ഈ മഹത്തായ സംരംഭം ഇവിടെ ഒരുക്കിയെങ്കിൽ ഇത് ദുനിയാവിന്റെ നേട്ടമല്ല, ഇത് ആഖിറത്തിലേക്കുള്ള നേട്ടമാണ്. സത്യവിശ്വാസികളെ, മഹാന്മാരായ മഹത്തുക്കളും ഔലിയാക്കളും മഹാന്മാരും ഒക്കെ ഈ സ്ഥാനം കിട്ടാനുള്ള കാരണം ഹബീബായ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിയതിന്റെ പേരാണ്. ഒരു മനുഷ്യൻ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ, ഒരു
മനുഷ്യൻ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അവന്റെ 10 പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ. അവന് 10 നന്മകൾ എഴുതപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ. അവന് 10 ദർജകൾ നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ. എന്ത് വലിയ ഓഫറാണ്! അതുകൊണ്ട് എന്റെ ഈമാനുള്ള സത്യവിശ്വാസികളെ, സഹോദരിമാരെ, കുടുംബങ്ങൾ തമ്മിൽ ചിതലിക്കുന്നവരാകരുത്, കൂട്ടുകുടുംബങ്ങളെ ഉറപ്പിക്കുന്നവരാകരുത്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഐക്യമുള്ളവരായി ജീവിക്കേണ്ടതുണ്ട്. അയൽപക്ക ബന്ധങ്ങൾ നഷ്ടപ്പെടുത്തുന്നവരാകരുത്, മനുഷ്യരോട് മോശമായി പെരുമാറുന്നവരാകരുത്, ഏതൊരു മനുഷ്യനും ഉപകാരം ചെയ്യുന്നവനാകേണ്ടതുണ്ട്. ഏത് കൂട്ടുകാരനെയും ചീത്ത പറയുന്നവരാകരുത്. 5 വക്കത്ത് കളാക്കാതെ നിസ്കരിക്കുന്നവരാകണം. അതേപോലെ മക്കളോട് കാരുണ്യമുള്ളവരാകണം, ഭാര്യയോട് കരുണയുള്ളവരാകണം, സമൂഹത്തോട് ബഹുമാനമുള്ളവരാകണം, ആലിമീങ്ങളെ ബഹുമാനിക്കുന്നവരാകണം, സാദാത്തുക്കളെ ബഹുമാനിക്കുന്നവരാകണം. നമ്മുടെ ജീവിതത്തിൽ ചിട്ടയുള്ള ജീവിതം ജീവിക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, എല്ലാവരും കിടന്നുറങ്ങുന്ന സമയമുണ്ടല്ലോ, സുബ്ഹിക്ക് മുമ്പുള്ള സമയമുണ്ടല്ലോ. ആ സമയത്ത് നീ എഴുന്നേറ്റിട്ട് 2 റക്അത്ത് നീ നിസ്കരിച്ചോ. നിന്റെ എല്ലാ കാര്യങ്ങൾക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിഹാരം നൽകും. ആ നിസ്കാരത്തിന്റെ പേരാണ് തഹജ്ജുദ് എന്ന് പറയുന്ന നിസ്കാരം. നീ അത് പതിവാക്കിയാൽ നിനക്ക് ദുനിയാവിലും ആഖിറത്തിലും വേണ്ടതൊക്കെ നൽകും. അല്ലാഹു കബൂലാക്കട്ടെ. എന്റെ സഹോദരിമാരെ, ഔറത്ത് മറച്ചു നടക്കുന്നവരാകണം. ടൈറ്റ് ജീൻസ് ധരിക്കുന്നവരാകരുത്, ലെഗിൻസ് ധരിക്കുന്നവരാകരുത്. അതേപോലെ സഹോദരിമാർ അച്ചടക്കമില്ലാത്തവരായിക്കൂടാ. മക്കളെ ദീനിയായ വിദ്യാഭ്യാസം കൊടുക്കണം, ഹാഫിളീങ്ങളാക്കണം, ആലിമീങ്ങളാക്കണം, ഈമാനുള്ള സത്യവിശ്വാസികളെ. അങ്ങനെ നല്ല ചിട്ടയുള്ള ജീവിതം ജീവിച്ചുകൊണ്ട് ഹബീബായ തങ്ങൾ ലോകത്തെ പഠിപ്പിച്ചല്ലേ. എന്റെ സമുദായത്തിന് വെറുപ്പുള്ള കാര്യം 2 അതിൽ ഒന്നാമത്തേത് ഹബീബായ തങ്ങൾ പറയുകയാണ്, ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന ഫിത്നതി ഉമ്മത്തി അൽമാൽ. എന്റെ സമുദായത്തിന്റെ ഫിത്ന എന്ന് പറഞ്ഞാൽ അത് സമ്പത്താണ്. സമ്പത്തിന് വേണ്ടി കടിപിടി കൂടലാണ്, സമ്പത്തിന് വേണ്ടി അടിയുണ്ടാക്കലാണ്, സമ്പത്തിന് വേണ്ടി പ്രശ്നങ്ങൾ ഉണ്ടാക്കലാണ്. എന്റെ ഉമ്മത്തിന്റെ ഫിത്ന എന്ന് മുഹമ്മദ് മുസ്തഫ. എന്റെ ഉമ്മത്ത് ഇഷ്ടപ്പെടാത്ത കാര്യം അതാണെന്ന് മുഹമ്മദ് മുസ്തഫ. സമ്പത്ത് കുറഞ്ഞു പോകൽ എന്റെ ഉമ്മത്തിന് ഇഷ്ടമല്ലെന്ന് മുഹമ്മദ് മുസ്തഫ. ശരിയല്ലേ റസൂലുള്ള പറഞ്ഞത്? ഹബീബായ തങ്ങളെ പിന്നെ പറയുകയാണ്, എന്റെ ഉമ്മത്തിന് 2ാമതൊരു കാര്യം ഇഷ്ടമല്ല. അതേതാണെന്നറിയുമോ? അൽ മൗത്ത്. മരണം എന്റെ ഉമ്മത്തിന് ഇഷ്ടമല്ലെന്ന് മുഹമ്മദ് മുസ്തഫ. ഹബീബായ തങ്ങൾ പറയാ, അധികം ആളുകളും മരണത്തെ ആഗ്രഹിക്കാത്തവരാണെന്ന് മുഹമ്മദ് മുസ്തഫ. എന്നാലോ അല്ലാഹുവിന്റെ ഔലിയാക്കൾ, മഹാന്മാരായ മഹത്തുക്കൾ, അവരുടെ ഉറൂസ് നടത്താറുണ്ട്. മടവൂർ സിഎം വലിയുള്ളാന്റെ ഉറൂസ്. ഐദ്രൂസി പൊന്നാനിയിൽ അന്തി ഉറങ്ങുന്ന ഇവിടെ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട ആബിദീങ്ങൾ, അവരുടെയൊക്കെ 38ഓ 40ാമത്തെ പരമ്പര എടുത്ത് എണ്ണി നോക്കിയാൽ പൊന്നാനിയിൽ കിടക്കുന്ന ദീനീ പ്രബോധനത്തിന് വേണ്ടി വന്ന യമനിലെ ഹളറമൗത്തിന്റെ തീരത്ത് നിന്ന് വന്ന സയ്യിദ് ഖുത്ബുസ്സമാൻ സയ്യിദ് അബ്ദുറഹ്മാൻ ഇദ്രീസി പാപ്പ, അവരുടെ പേരക്കുട്ടിയാണ് ഇവിടെ ഇരിക്കുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെ ഉപ്പയുടെ കബറിടം അല്ലാഹു സ്വർഗമാക്കട്ടെ. ഉപ്പ കണ്ട് സന്തോഷിക്കുന്ന മജ്ലിസാക്കി തരട്ടെ. സഹോദരങ്ങളെ, അതേപോലെ മഹാന്മാരായ മഹത്തുക്കൾ പറയുകയാണ്, എന്റെ ഉമ്മത്ത്, റസൂലുള്ളാന്റെ ഉമ്മത്ത്, ഈമാനില്ലാത്ത മനുഷ്യൻ മരണത്തെ ആഗ്രഹിക്കുന്നില്ല. എന്നാലോ മരണത്തെ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഈ വിനീതന്റെ, എന്റെ വാപ്പയുടെ ഉമ്മയുടെ വാപ്പ കോയ കുട്ടിത്തങ്ങൾ, അദ്ദേഹം, പ്രിയമുള്ള സഹോദരൻ, ഒരു വെള്ളിയാഴ്ച ദിവസം സുബഹി കഴിഞ്ഞപ്പോ മക്കളെ വിളിച്ചിട്ട് പറയാൻ, മോളെ 10 മണിയാകുമ്പോ ഞാൻ മരിക്കും കേട്ടോ, 10 മണിയാകുമ്പോ ഞാൻ മരിക്കും. പെട്ടെന്ന് തന്നെ വേണ്ടപ്പെട്ട കുടുംബക്കാരെയൊക്കെ അറിയിച്ചു. എന്റെ വല്ലുപ്പ സാക്ഷി, എന്റെ വല്ലുപ്പയുടെ ജ്യേഷ്ഠന്റെ
മകന്റെ മകനാണ് ആബിദീൻ തങ്ങൾ. വെല്ലുപ്പായ എല്ലാവരും കൂടി നിന്നു. ആ സമയത്ത് പ്രിയമുള്ള സഹോദരങ്ങളെ, കട്ടിലിൽ കയറി കിടക്കുകയാണ്, മരണത്തെ പ്രതീക്ഷിച്ച്. അസ്റായീൽ വന്നു, സലാം ചൊല്ലി കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. അങ്ങനത്തെ ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അങ്ങനെയൊക്കെ ഭാഗ്യം വേണമെങ്കിൽ നമ്മുടെ കൽബിലുള്ള നൂറ്, ഹൃദയം നന്നാക്കണം, സലീമായ കൽബിന്റെ ഉടമകളാകണം, ഹബീബായ തങ്ങളുടെ മേൽ സ്വലാത്ത് അധികരിപ്പിക്കണം, നമ്മുടെ ജീവിതത്തിൽ 5 വഖ്ത് നിസ്കാരം കളാക്കാതെ നിസ്കരിക്കണം. ഇത്തരത്തിലുള്ള മജ്‌ലിസുകളിലൊക്കെ നിരന്തരം മുടങ്ങാതെ പങ്കെടുക്കണം. സഹോദരിമാരെ, നിസ്കാരം മുടക്കരുത്. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹുവിന് പൊരുത്തപ്പെട്ടത് പ്രവർത്തിക്കുകയും നമ്മുടെ ജീവിതത്തിൽ പകർത്തി അവസാനം ഈമാനോടുകൂടി മരിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും അല്ലാഹു നസീബാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ, നസീബാക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഹബീബായ റസൂലുള്ളാഹിന്റെ മേലിൽ ഒരു ദിവസം 300 സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ മഹാന്മാർ ഉദ്ധരിക്കുന്നുണ്ട്, അവൻ ഈമാൻ കിട്ടാതെ മരിക്കൂല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മണ്ണിമുത്ത് മദീനയിലാണോ മന്ദാര ചപ്പിന്നഴകാണോ ചൊല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. മണ്ണിമുത്ത് മദീനയിലാണോ മന്ദാര ചപ്പിന്നഴകാണോ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം പറഞ്ഞതും കേട്ടതും അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. അല്ലാഹു ഈ ദുനിയാവിൽ നിന്ന് എന്ത് വലിയ സമ്പാദ്യം സമ്പാദിച്ചാലും അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്നുള്ളത് ഈ ദുനിയാവിൽ നാം ജീവിക്കുന്ന സമയത്ത് 5 നേരവും 4 നേരവും ഒക്കെ ഭക്ഷണം കഴിക്കുന്നു, നല്ല പാർപ്പിടത്തിൽ താമസിക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ദുനിയാവിലൂടെ യാത്ര ചെയ്യുന്നു. ഈ ദുനിയാവിൽ വെച്ച് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം നല്ല മരണം കിട്ടുക എന്നുള്ളതാണ്. അള്ളാഹു ഈമാനോടുകൂടി ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടുള്ള മരണം സാധുക്കളായ നമുക്കും നമ്മോട് ബന്ധപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, നമ്മെ സ്നേഹിച്ചവർ, സഹായിച്ചവർ മുഴുവൻ ആളുകൾക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.